അടുത്തതായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം, എണ്ണാഭിഷേകം, വാഗച്ചാർത്ത്, ശംഖാഭിഷേകം, ബാലഗോപാല ദർശനം ഇവയെല്ലാം കഴിഞ്ഞാൽ ആറാമതായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാലഭിഷേകം കണ്ടു തൊഴുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഭക്തജനങ്ങൾക്ക് സാധിക്കാറുള്ളത്. പല ആളുകളും എന്തിനാണ് ഈ പാലഭിഷേകം തൊഴുതാലത്തെ ഫലം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പാലഭിഷേകം തൊഴുന്ന ആ ഒരു സമയത്ത് ഭഗവാന് ഗോവിന്ദൻ എന്ന ഭാവമാണ് എന്നാണ് പറയാറ്. പണ്ട് ആ കാമധേനു സുരഭി എന്ന ആ ഒരു കാമധേനു ഭഗവാനെ ഗോക്കളുടെ എല്ലാം ഇന്ദ്രനായി അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഗോവിന്ദ ഗോവിന്ദ എന്ന ആ ഗോവിന്ദ പട്ടം ചാർത്തി കൊടുത്തതായിട്ട് ഓർത്ത് ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭഗവാന്റെ പാലഭിഷേക സമയത്ത് നമ്മൾ തൊഴേണ്ടത് എന്നാ പറയുക. ഈ പാലഭിഷേക സമയത്ത് തൊഴുതാൽ ഭഗവാന്റെ ഭാവം സർവരക്ഷകനായിട്ടുള്ള ഭഗവാൻ എന്ന് തന്നെയാണ് കേട്ടോ. ഈ നമുക്ക് ആ ഒരു ഗോവിന്ദ പട്ടാഭിഷേക കഥയൊക്കെ ഓർക്കുകയാണെങ്കിൽ മനസ്സിലാവും ഗോകുലത്തിനെ മുഴുവനായിട്ടും രക്ഷിച്ച നമ്മുടെ ഉണ്ണികൃഷ്ണന് അപ്പോൾ സർവരക്ഷകൻ എന്ന ഭാവത്തിലാണ് ശ്രീലകത്ത് വിളങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള ഈശ്വരഭാവമാണ് ആ സമയത്ത് തൊഴുതാൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പാലഭിഷേകത്തിൻ്റെ ഇനി സമയം വരുന്നത് രാവിലെ പന്തീരടി പൂജയ്ക്ക് മുൻപായിട്ടാണ് പാലഭിഷേകം വരുന്നത്. രാവിലെ 7:50 മുതൽ 8 മണിക്കുള്ളിലാണ് പാലഭിഷേകം വരെ. ഇതെങ്ങനെയോ തൊഴുക ചോദിച്ചാൽ നമ്മുടെ ഭാഗ്യം പോലെ നമ്മൾ ക്യൂ സംവിധാനത്തിൽ ആ സമയത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് തൊഴാൻ പറ്റും. ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ പാലഭിഷേകം നേരം വൈകും, 11 മണിയോടുകൂടിയേ ആവുള്ളൂ കേട്ടോ.